നമസ്കാരം. PCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിളാതീരങ്ങളിൽ വരൾച്ച രൂക്ഷമാവുന്നു. രണ്ടാം വിള നെൽകൃഷി കരിഞ്ഞുണങ്ങി. കടം വാങ്ങി കൃഷി ചെയ്തവർ അങ്കലാപ്പിൽ. നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന പ്രവൃത്തി തുടങ്ങി. സപ്തദിന ക്യാമ്പുകൾ ആവേശകരമാകുന്നു. നെല്ലായ പേങ്ങാട്ടിരിയിൽ സ്നേഹസ്വാന്തന സംഗമം സംഘടിപ്പിച്ചു. വീൽചെയറും കട്ടിലുമായി എത്തിയത് 140ഓളം രോഗികൾ. പട്ടാമ്പി പ്രതീക്ഷ പാലിയേറ്റീവ് ക്ലിനിക്കിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കരിങ്ങനാട് വനിതാ സംഗമം നടന്നു. പാലക്കാട് വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിളാതീരങ്ങളിൽ വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് രണ്ടാം വിള നെൽകൃഷി കരിഞ്ഞുണങ്ങി. ഇടവപ്പാതിയും തുലാമഴയും കൈവിട്ട സാഹചര്യത്തിൽ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാണ്. കടം വാങ്ങി കൃഷി ചെയ്തവർ അങ്കലാപ്പിലാണ്. കടക്കെണിയിലായ കർഷകർ ഉൽപാദന നഷ്ടം അനുഭവിക്കുന്നതുകൊണ്ട് സർക്കാരും കൃഷിവകുപ്പും നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു. ഇടവപ്പാതിയും തുലാമഴയും നിളാതീരങ്ങളെ കൈവിട്ടതോടെയാണ് വരൾച്ച രൂക്ഷമായത്. രണ്ടാം വിള നെൽകൃഷി ചെയ്ത പാടശേഖരങ്ങളിൽ ഞാറ് കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. വയലുകൾ സൂര്യാതാപമേറ്റ് വിണ്ടുകീറുകയും ചെയ്തു. സ്വർണം പണയപ്പെടുത്തിയും കാർഷിക വായ്പ വാങ്ങിയും രണ്ടാം വിള കൃഷി ചെയ്ത കർഷകരാണ് ഉൽപാദന നഷ്ടവും കടബാധ്യതയും ഒരേ സമയം അനുഭവിക്കുന്നത്. മഴയെ മാത്രം ആശ്രയിച്ചാണ് നിളാത്തടത്തിൽ ഇപ്പോഴും കൃഷി നടക്കുന്നത്. നിളയിൽ നിരവധി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഉണ്ടെങ്കിലും മിക്കതും വെള്ളം ചുരത്താതെ പഴയ പദ്ധതികളാണ്. നെല്ലുണക്കം ബാധിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൃഷിനിലം സന്ദർശിച്ച കർഷക സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാഗലശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രാമചന്ദ്രൻ PCVയോട് കൃഷി ഇറക്കിയ ഒരുപാട് ആളുകളുടെ കണ്ണീരിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഏത് ഭാഗത്ത് ചെന്നാലും. നമ്മുടെ പാടശേഖരങ്ങൾ പറഞ്ഞ 12 പാടശേഖരമാണ് നാഗലശ്ശേരി പഞ്ചായത്തിലുള്ളത്. ആ 12 പാടശേഖരത്തിലെയും ഏതാണ്ട് 90% സ്ഥലത്തും ഏതാണ്ട് ഈ കൃഷി നശിച്ചു പോയി. മുതൽ ഇറക്കിയത് തിരിച്ചു കിട്ടാൻ കഴിയാത്തൊരവസ്ഥയിൽ കഷ്ടപ്പെടുന്ന കൃഷിക്കാരും ആ കൃഷിഭൂമിയായി ബന്ധപ്പെട്ട് പണിയെടുത്ത് ജീവിക്കേണ്ട അല്ലെങ്കിൽ അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ കുടുംബം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസം ലഭിച്ചു വരും. ഇത്തരമൊരവസ്ഥയിൽ ഇതിനൊക്കെ ആവശ്യമായ പ്രതിവിധി നമ്മുടെ കൃഷിവകുപ്പ് മുഖേന ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇന്ന് നിലവിലുള്ള ഈ ഒരുപാട് നിയമങ്ങളും നോട്ട് നിയന്ത്രണവും കൊണ്ട് കട കൊണ്ട് പൊറുതി മുട്ടിയോണ്ട് പണ്ടം പണയം വെച്ച് അതിനാവശ്യമായിട്ടുള്ള സംഖ്യ സ്വരൂപിച്ച് കടൽക്കാർക്ക് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഈ ആത്മഹത്യാ കുറ്റിയാണ് പല ആളുകളും. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കൊപ്പം പദ്ധതി തുടങ്ങി. MLA മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുമിത അധ്യക്ഷത വഹിച്ചു. കൊപ്പം GVHSS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വാർഷിക സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ക്ലീൻ കൊപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ നിർവഹിച്ചു. നാഷണൽ സർവീസ് സ്കീം ഈ പദ്ധതി 1969 ഔദ്യോഗികമായി വന്നതെങ്കിലും ഒരുപാട് പഴക്കമുണ്ട്. എന്തുകൊണ്ട് NSS? എന്തിനാണ് വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടുതൽ പിറകിലോട്ട് നയിക്കുമ്പോൾ ചെന്നെത്തുന്നത് ഗാന്ധിയിലേക്കാണ്. ഗാന്ധിജിയുടെ കോൺസെപ്റ്റാണ് ഓരോ വളർന്നു വരുന്ന കുഞ്ഞിനും അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധമുണ്ടായിരിക്കണം. ചുറ്റുപാടുമുള്ള മാറ്റത്തിന്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരു കാരണമായി തീരണം. അങ്ങനെ താൻ വളർന്നു വരുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയും അതിനെ മാറ്റുവാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന ഗാന്ധിയുടെ കോൺസെപ്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന ആസാദിൻ്റെ സോഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാവരും സാമൂഹിക മാറ്റത്തിന് വേണ്ടി അവർ പഠിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് P. സുമിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടിയെടുത്തോൾ തുണിസഞ്ചി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കാട്ടിരി കാനാട്ടുകുളം ശുചീകരണ പ്രവൃത്തി തുടങ്ങി.
സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ജലാശയ ശുചീകരണം നടത്തുന്നത്. NSS ജില്ലാ കൺവീനർ CS ഗോപാലൻ മാസ്റ്റർ നേതൃത്വം നൽകി. ചാത്തന്നൂർ സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വട്ടുള്ളിയിലുള്ള കാത്താട്ടുകുളം ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പ്രൊജക്ടിന്റെ ഭാഗത്താണ്. ഇവിടെ ഒരു 10 വർഷമായി ഈ കാണുന്ന കുളം ആരും ഉപയോഗിക്കുന്നില്ല. അവിടെ ഇപ്പോൾ വെള്ളം ഒഴുകില്ല. പക്ഷേ അവിടെ ഭയങ്കര ചണ്ടി പിടിച്ച് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത് 2ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ഈ മാലിന്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ വെള്ളം അടിച്ചു മാറ്റി നാളെ ഇവിടുന്ന് ചണ്ടി നീക്കാനാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പിന്നെ ബാക്കി ഇന്ന് തന്നെ ചിലപ്പോൾ വെള്ളം മാറ്റുന്നുണ്ടാവും. നാളെ ഞങ്ങൾ ചണ്ടി മാറ്റുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഉപയോഗത്തിൽ വെക്കുകയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. 50ഓളം NSS വളണ്ടിയർമാർ ചേർന്നാണ് കുളം വൃത്തിയാക്കുന്നത്. NSS ജില്ലാ കൺവീനർ ഗോപാലൻ മാസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത്. കുഞ്ഞുകുട്ടൻ, KP അലി, P അബൂബക്കർ, ഗോപകുമാർ, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് 71 യൂണിറ്റുകളിലാണ് സ്പെഷ്യൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. 71 യൂണിറ്റുകൾ ചേർന്ന് 71 ജലാശയങ്ങളെങ്കിലും ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ജില്ല ഈ വർഷം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച പരിപാടി. അതിൻ്റെ ഭാഗമായി ചാത്തന്നൂർ സ്കൂളിൻ്റെ യൂണിറ്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഈ കുളം വൃത്തിയാക്കലാണ് നടക്കുന്നത്. മറ്റ് യൂണിറ്റുകൾ ഇപ്പോൾ തടയണ നിർമ്മാണം, കുളങ്ങൾ അല്ലെങ്കിൽ കായലുകൾ, തോടുകൾ വൃത്തിയാക്കൽ, പുതിയ കുളങ്ങൾ നിർമ്മാണം. പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ജില്ല കേന്ദ്രീകരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയാണിത്. ഇതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, പച്ചക്കറി തോട്ട നിർമ്മാണം, ഇതുപോലുള്ള മികച്ച പരിപാടികളും ഓരോ യൂണിറ്റുകളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് എടപ്പലത്ത് പുരോഗമിക്കുന്നു. വിളയൂർ ആലിക്കപ്പള്ളിയാലിൽ 100ഓളം വളണ്ടിയർമാർ കാർഷിക പ്രവൃത്തിയിലാണ് സാന്നിധ്യം അറിയിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NSS സപ്തദിന ക്യാമ്പ് എടപ്പലത്താണ് നടക്കുന്നത്. കാർഷിക പ്രവൃത്തിയാണ് ക്യാമ്പ് അംഗങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വിളയൂർ 14ാം വാർഡിലുള്ള ആലിക്കപ്പള്ളിയാലിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ചേർന്നാണ് ജൈവ കൃഷിക്ക് മുന്നിട്ടിറങ്ങിയത്. ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തടയണ നിർമ്മിച്ച് ജലസേചനത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി മറ്റ് കാര്യങ്ങൾക്കുമായി ജലം ലഭ്യമാക്കുക എന്നുള്ളത് NSSന്റെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിനായി തന്നെ പുഴയിൽ കുട്ടികളുടെയും മറ്റ് നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി തടയണ നിർമ്മിച്ച് ജലലഭ്യത അടുത്ത വേനലിലേക്കുള്ള ജലലഭ്യത ഉറപ്പുമാക്കുകയാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രതിസന്ധിയാണ് കാർഷിക പ്രതിസന്ധി. നമ്മുടെ കാർഷിക മേഖല ഇന്ന് അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, ഭക്ഷിക്കുന്നതിന് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് മീഡിയയിലും മറ്റും വരുന്ന വാർത്തകൾ നമ്മെ ആശങ്കാകുലരാക്കുന്നു. അതിനാൽ നമ്മുടെ നാട്ടിൽ തന്നെ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ സ്വയം പര്യാപ്തരായി നമുക്ക് വേണ്ടത് നമ്മുടെ ഇടങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഓരോ മാനവനെയും വിശ്വമാനവൻ എന്ന തലത്തിലേക്ക് ഉയർത്തി സ്വയം പര്യാപ്തരാക്കി മാറ്റാനുള്ള ഒരു ലക്ഷ്യമാണ് NSSലൂടെ ഞങ്ങൾ ഇന്ന് ഏറ്റെടുക്കുന്നത്. 100ഓളം വളണ്ടിയർമാരാണ് ക്യാമ്പിലുള്ളത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുബൈദ് ഇസാഖ് ക്യാമ്പ് സന്ദർശിച്ചു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നാടിനെ അറിയാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളാണ് കുട്ടികൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഇവിടെ എടപ്പലം ആലിക്കപ്പള്ളിയൽ പ്രദേശത്ത് ആലിക്കപ്പള്ളിയൽ പാടശേഖരത്തിന് കീഴിലുള്ള 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ പഞ്ചായത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ കുട്ടികളും പങ്കാളികളാവുകയാണ്. ഇത്ര വലിയ ഏരിയ വരുന്നൊരു സ്ഥലത്ത് ഈ NSS ക്യാമ്പിൻ്റെ കുട്ടികളാണ് അവിടെ വിത്തിടലും അവിടെ നനയുൾപ്പെടെ കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അവർ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ എടപ്പലം മൂർക്കനാട് പാലത്തിൻ്റെ താഴെ ഒരു താൽക്കാലിക തടയണ കെട്ടുന്നതിൻ്റെ പ്രവർത്തനങ്ങളും അവരിതിന് ശേഷം നടക്കുന്നുണ്ട്. ഡിസംബർ 29 ക്യാമ്പ് സമാപിക്കും. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ ഞാങ്ങാട്ടിരിയിൽ റോഡ് നിർമ്മാണം തുടങ്ങി. നിരവധി വിദ്യാർത്ഥികൾ ഗ്രാമപാത ഒരുക്കാൻ രംഗത്തുണ്ട്. ഞാങ്ങാട്ടിരി UP സ്കൂളിൽ നടക്കുന്ന പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ശോച്യാവസ്ഥയിൽ കിടക്കുന്ന ഞാങ്ങാട്ടിരി ഞാലിവളപ്പിൽ റോഡ് വിദ്യാർത്ഥികൾ ഉപയോഗപ്രദമാക്കുന്നത്.
50ഓളം NSS വളണ്ടിയർമാർ ചേർന്നാണ് പ്രവർത്തനം നടത്തുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ സനീഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് അഹമ്മദ് കുട്ടി, ജയകുമാർ, KR ചന്ദ്രൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ സപ്തദിന സഹവാസ ക്യാമ്പുമായിട്ട് ഞങ്ങൾ ഞാങ്ങാറ്റൊരു ക്യാമ്പ് നടത്തി വരികയാണ്. ഇന്നലെയാണ് ഞങ്ങൾ ക്യാമ്പ് കൂടിയത്. പക്ഷേ ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ റോഡ് നിർമ്മാണം. ഇന്ന് തൊട്ടിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പരിപാടി, അതുപോലെ തന്നെ കിണർ ചാർജിങ് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ അത് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ആഹ്ലാദപൂർവ്വം ക്രിസ്തുമസ് ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രി നീണ്ടുനിന്ന പാതിര കുർബാനയിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യജനനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദൈവകാരുണ്യത്തിന്റെയും സ്വർഗീയ സന്തോഷത്തിന്റെയും ക്രിസ്മസ് വളരെ വിപുലമായി ആഘോഷിച്ചു. നക്ഷത്രവിളക്കുകളാൽ അലങ്കൃതമായി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്കെല്ലാം സമാധാനം ആശംസിച്ച് കരോൾ സംഘങ്ങൾ പര്യടനം നടത്തി. പള്ളിമണികൾ സ്വർഗീയഗീതം മുഴക്കുമ്പോൾ ദേവാലയങ്ങളിൽ പാതിര കുർബാന നടന്നു. ശാന്തിയുടെയും പ്രത്യാശയുടെയും ലാളിത്യത്തിന്റെയും പര്യായമായി വീടുകളിലും ദേവാലയങ്ങളിലും പുൽക്കൂടുകളും തയ്യാറായിരുന്നു. ബത്ലഹേമിൽ ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്ത് പുനർജനിച്ചതോടെ 25 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് വിരാമമായി. ദൂരങ്ങൾ താണ്ടി കുടുംബാംഗങ്ങൾ ഒരുമിക്കുകയും സ്നേഹസംഗമത്തിന് രുചിഭേദങ്ങൾ പകർന്ന് വിഭവങ്ങൾ ഒരുക്കിയും വീഞ്ഞിന്റെ മധുരവും കേക്കിന്റെ വൈവിധ്യവും സമൃദ്ധമാക്കിക്കൊണ്ട് ഏവരും ക്രിസ്മസ് ആഘോഷിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.